Happy birthday. Happy birthday to you. Happy birthday to you. Happy birthday, dear Jinjo. Happy birthday. മീനു എന്ത് ടേസ്റ്റായി കേക്ക്. ഉഫ്, നീ ഒരെണ്ണം കഴിച്ചു നോക്കിയാ. ഞാൻ ആരോടും പറയില്ല. നിന്നെ വിശ്വാസം ഇല്ലാത്തോണ്ടൊന്നുമില്ല. ഞാൻ എടുത്ത തീരുമാനമല്ലേ, ഞാൻ അതിൽ ഉറച്ചു നിൽക്കണം. അതാ. ഓക്കേ. വേണോ? കുറച്ച് വേണ്ട. ഭയങ്കര ടേസ്റ്റാ. ദുഷ്ടേ. എന്താ മീനു, കേക്ക് കഴിച്ചില്ലേ? എന്താ കഴിച്ചേ? ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ നിന്ന് പ്രത്യേകിച്ച് പറഞ്ഞു വെച്ച സാധനമാണ്. ഓരോ ലെയറും വെവ്വേറെ ഫ്ലെയറാണ്. സൂപ്പർ ടേസ്റ്റ് അല്ലേ ലക്കി? നോർമലി ഞാൻ തന്റെ അഭിപ്രായങ്ങളോട് യോജിക്കാത്തതാണ്, പക്ഷെ ഇപ്പൊ താൻ പറഞ്ഞ കറക്റ്റാ. സത്യം പ്ലീസ്. കേക്ക് കിട്ടിയായിരുന്നോ? എടാ മീനാക്ഷി കേക്ക് കഴിച്ചിട്ടില്ല. കേക്ക് എന്താ കഴിക്കാത്തതെന്ന്? ജിൻഡോ, ഞാൻ ഡയറ്റിലാ, അതാ കഴിക്കാത്ത. ആണോ? ശരിക്കും എന്നാ കുഴപ്പമില്ല കേട്ടോ. ഒന്നും വിചാരിക്കരുതേ പ്ലീസ്. ഇറ്റ്സ് ഓക്കേ മീനു. തന്നോടല്ല, ഞാൻ ഇവിടെ പറഞ്ഞതാ. എംഡിക്ക് കേക്ക് കൊടുത്തു ആരെങ്കിലും? നോക്കട്ടെ. എന്ത് ക്രാപ്പനല്ലേ. എടാ ജിൻഡോ, എനിക്ക് 2 പീസ് കേക്ക് പാക്ക് ചെയ്ത് തരോ? വീട്ടിൽ പോയി കഴിക്കാനാ. 2 പീസാ? എന്തിനാ നിനക്ക് 2 പീസ്? സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിൽ കഴിക്കാനാ. 2 പീസ് കേക്ക് എടുക്കട്ടെ? ആർക്കും ഇല്ലാത്ത സ്പെഷ്യൽ ഹണീഫ് കിട്ടിയ കേക്ക് ഉണ്ട്. അടുത്തടുത്താ എടുത്തോട്ടെ? ഇപ്പൊ കൊണ്ടുവരട്ടെ. വേഗം വേഗം. കുത്തിക്കൊല്ലുടി. ശരിക്കും സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടോ? ഓ, ഇന്റർമീഡിയനായ നമ്മ. നീ ഇവിടെ കിടന്ന് ഉറങ്ങണോ? രാവിലെ തൊട്ട് എന്റെ ഇവിടെ ഒരു കാര്യം ഓക്കെ അല്ല. എന്റെ ലാപ്ടോപ്പ്, എന്റെ ഹാർഡ് ഡിസ്ക്, ഇവിടെ ഒരു സാധനം വർക്ക് ചെയ്യുന്നില്ല. എന്റെ മൊബൈൽ പോലെ ഞാൻ അപ്പ ചാർജ് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് നീ ഉണ്ടാക്കി വെച്ച എന്തോ പണിയാണ്. നിർത്തിക്കൊണ്ട് നീ ഹൊറർ എഴുത്തും പരിപാടിയൊക്കെ. നീ അഡ്വാൻസോടെ തിരിച്ചു കൊടുത്തേ. എങ്ങനെ കൊടുക്കാൻ? ബാക്കി പൈസ ഞാൻ തരാം. പെട്ടെന്ന് തിരിച്ചു കൊടുക്ക്. അയാളുടെ പ്രാക്കുമല്ലോ ഒരിക്കും. അയാൾ അങ്ങനെ പ്രാകുന്ന ടൈപ്പ് ആളല്ലടാ. അതെങ്ങനെ നിനക്കറിയാം? ഒരാളെ കണ്ടറിഞ്ഞൂടാ. ഒരുമാതിരി വെറുതെ എന്തെങ്കിലും പറയട്ടെ, എന്തെങ്കിലും പറയല്ലേ? അല്ല, ഇനി അയാളുടെ പ്രാക്കാണെന്ന് വിചാരിക്കാ. അത് എന്നെയല്ല കൊള്ളുന്നത്, നിനക്കെങ്ങനെ കൊള്ളുന്നത്? പ്രാക്ക് അങ്ങനെയല്ല. അതിപ്പോ നിനക്ക് കിട്ടിയ എങ്ങനെ ചുറ്റുള്ളവർക്കൊക്കെ പ്രശ്നമാണ്. പ്രാക്കപ്പ് ഒരു പകർച്ചവ്യാധിയാണ്. അത് മനസ്സിലായിട്ടില്ല ഇതുവരെ. നീ പെട്ടെന്ന് കൊടുത്തേ, ഞാൻ പൈസ തരാം. പൈസ കൊണ്ട് കൊടുക്കാം. സന്തോഷം. പുതിയ ആഡിനോട് കോൺസെപ്റ്റ് റിജക്ട് ആയെന്ന്. പവർ ഓഫ് പ്രാക്ക്. മോനെ നീ ഒരു പണി ചെയ്യ്. എത്രയും പെട്ടെന്ന് കാശ് കൊണ്ട് തിരിച്ചു കൊടുത്തിട്ടോ. മനുഷ്യൻ കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ കൊള്ളാവുന്നതിന് മുമ്പ് നീ എങ്ങനെയെങ്കിലും പ്രാക്കുന്നുണ്ടെ കളാം. ദൈവമേ, വല്ല പരിചയമുള്ളവരെ ബന്ധുക്കാരൊന്നും തട്ടിപ്പ് വരുന്ന മതിയായിരുന്നു. നല്ല ടൈമാണ് അത്. പിന്നെ നീ ആ പൈസ കൊണ്ടേ കൊടുക്കുമ്പോ പൈസ മാത്രം കൊടുത്താ പോരാ, പലിശ നമ്മൾ കൊടുക്കേണ്ട കാര്യം. അതല്ലടാ, നീ അയാളെ സന്തോഷിപ്പിക്കുക കൂടി വേണം. എന്നാൽ ഈ പ്രാക്ക് മുഴുവൻ പോവുള്ളൂ. സന്തോഷവും സ്നേഹമൊക്കെ ഞാൻ വാരിക്കോരി കൊടുക്കും. കൊടുത്താ മതി. കാശ് തരും നീ പറഞ്ഞത് ഉറപ്പല്ലേ? പോ, ചെല്ല്. റെഡിയാവ് പോ. ഓക്കെ. അയ്യോ, വീണ്ടും ഓഫായാ?